ഓർമ്മകളുടെ ഒരു ആഴ്ചകളാണ് കഴിഞ്ഞ ആഴ്ചയും ഈ ആഴ്ചയും. വാങ്ങിപ്പോയ ആത്മീയ പിതാക്കന്മാരെ ഓർക്കുന്നു. ഈ വരുന്ന ആഴ്ച വാങ്ങിപ്പോയ സകല ലൗകിക പിതാക്കന്മാരെയും സഹോദരങ്ങളെയും ഓർക്കുന്നു. അതിൻ്റെ മധ്യത്തിലുള്ള ഒരു വെള്ളിയാഴ്ചയാണ്. ഓർമ്മ ഒരു അത്ഭുത പ്രതിഭാസമാണ്. ഇന്നത്തെ തലമുറ ഏറ്റവും ഭയപ്പെടുന്നത് ഓർമ്മ നഷ്ടപ്പെടുന്നു എന്നുള്ള ഒരു വലിയ രോഗമാണ്. ആ ഓർമ്മ നഷ്ടപ്പെടുന്ന ഈ ലോകത്ത് പലതും നമ്മൾ മറന്നും മറിച്ചും ജീവിക്കുമ്പോൾ ചിലതെല്ലാം ഓർക്കണമെന്ന് സഭ നമ്മളോട് ആവശ്യപ്പെടുന്നു. അതിൽ പ്രധാനപ്പെട്ടത് നമ്മുടെ പൂർവിക പിതാക്കന്മാരെ ഓർക്കണം എന്നുള്ളതാണ്. കേവലം അവരങ്ങനെ ജീവിച്ചു എന്നുള്ള ഓർമ്മയല്ല, അവരുടെ ജീവിതപാതയിലൂടെ സഞ്ചരിപ്പാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒരു വലിയ പോരാട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. വലിയ നോയമ്പ് ഒരു വലിയ പോരാട്ടമാണ്. നമ്മുടെ ശാരീരികവും മാനസികവും ഭൗതികവുമായ എല്ലാ തൃഷ്ണകളെയും നിയന്ത്രിക്കുകയും അതിനെ ശരിയായ വിധത്തിൽ പരിപാലിക്കുകയും ചെയ്യുവാനുള്ളൊരു വലിയ പോരാട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പിശാച് വളരെ ബുദ്ധിയോടുകൂടി പല ന്യായീകരണത്തോടുകൂടി നമ്മെ സമീപിക്കുമ്പോൾ അതിനെ ബുദ്ധിപരമായും ആത്മീയമായും ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നേരിട്ട് കർത്താവിൻ്റെ പരമയാഗത്തിൻ്റെ ആ വലിയ ഓർമ്മയിൽ പങ്കാളികളാകുവാൻ തക്കവണ്ണം ഒരുങ്ങുകയാണ്. അവിടെ നാം ഒറ്റയ്ക്കല്ല, വലിയൊരു സമൂഹം, ആകയാൽ സാക്ഷികളുടെ വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് നമ്മുടെ മുമ്പാകെ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ പരിശുദ്ധനായ പൗലോസ്ലീഹ എബ്രായക്കാരെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ നമ്മെയും ഓർമ്മപ്പെടുത്തുന്ന ഒരു ദിവസങ്ങളാണ്. ഈ ഓർമ്മ നമ്മെ ചിലതെല്ലാം ഓർക്കുന്നതിനും ചിലതിൽ നിന്നെല്ലാം വിട്ടുനിൽക്കുന്നതിനുമൊക്കെ പ്രചോദനം നൽകേണ്ടതാണ്. നമ്മെ ദൈവസുതന്മാരായി ജീവിപ്പാൻ പരിപാലിച്ചു വരുന്നവരെ ഓർക്കുക. അതേ അവസരത്തിൽ തന്നെ ദൈവത്തോട് നമ്മൾ പറയുന്നുണ്ട്, ചിലതൊക്കെ നിൻ്റെ സ്മരണയിൽ നിന്ന് മായ്ച്ചു കളയണം. അനന്തമായ സ്മരണയുടെ ഒരു വലിയ കേന്ദ്രമാണ് ദൈവം. ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുവാനും അതിൻ്റെ ഗതിവിധികളെ സസൂക്ഷ്മം വീക്ഷിക്കുവാനും അതിൻ്റെ ഓരോ പ്രവർത്തനങ്ങളിലും തൻ്റെ സാന്നിധ്യം ഉറപ്പാക്കുവാനും സാധിക്കുന്ന അനന്തമായ സ്നേഹത്തിൻ്റെ ഓർമ്മയുടെ ഒരു വലിയ മൂർത്തിരൂപമാണ് ദൈവം. ആ ദൈവസന്നിധിയിൽ ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. എന്നാലും ബലഹീനരായ നമ്മൾ പലപ്പോഴും പറയും, നിൻ്റെ സ്മരണയിൽ നിന്ന് അത് മായ്ച്ചു കളയണം. ആധുനിക ലോകത്ത് മൊബൈൽ ഉപയോഗിക്കുന്നവർക്കറിയാം, നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ കൊടുക്കൽ വാങ്ങലുകൾ, ചാറ്റുകളായാലും ശബ്ദങ്ങളായാലും ചിത്രങ്ങളായാലും, ഇപ്പം നമുക്കറിയാം നമ്മുടെ സമകാലിക ലോകത്തിൽ ഈ ചാറ്റുകളെല്ലാം എന്തെല്ലാം വിപ്ലവം ഉണ്ടാക്കുന്നുവെന്ന് നമുക്കറിയാം. അതുകൊണ്ട് നമ്മളിൽ നിന്ന് പുറപ്പെടുന്ന എല്ലാ സന്ദേശങ്ങളും എല്ലാ പ്രവർത്തനങ്ങളും ദൈവത്തിൻ്റെ സ്മരണയിൽ സൂക്ഷിക്കുന്നുണ്ട്. പിന്നെ ബലഹീനരായ നമ്മൾ ആവശ്യപ്പെടുന്നത് അതിൽ ചിലതൊക്കെ നിൻ്റെ സ്മരണയിൽ നിന്ന് മായ്ച്ചു കളയണം. എന്നാൽ മറ്റു ചിലത് കരുണയോടെ ഞങ്ങളെ ഓർക്കണം എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ നമ്മുടെ സ്മരണകളെ തെളിയിക്കുവാനായിട്ടാണ്, ബുദ്ധിയെ തെളിയിക്കുവാനായിട്ടാണ്. അതിൽ അനുഷ്ഠാനങ്ങൾക്ക് വലിയൊരു പങ്കുണ്ട്. അനുഷ്ഠാനങ്ങളാണ് നമ്മുടെ ബുദ്ധിയെ തെളിയിക്കുന്നത്. ആധുനിക ശാസ്ത്രത്തിൽ ഈ അനുഷ്ഠാനങ്ങളെയൊക്കെ കുറച്ച് കാണിക്കുന്ന ഒരു ചിന്താധാരയാണ് നമുക്ക് ചുറ്റുമുള്ളത്. അതുകൊണ്ട് ഈ അനുഷ്ഠാനങ്ങളൊന്നും വേണ്ട, യാഥാർത്ഥ്യത്തിലേക്ക് നമുക്ക് വളരെ എളുപ്പത്തിൽ നടന്നെടുക്കാമെന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. എന്നാൽ നമ്മുടെ പൂർവികർ അങ്ങനെയല്ലായിരുന്നു. അവർ ഈ അനുഷ്ഠാനങ്ങളിലൂടെയാണ് ആ സായുജ്യം പ്രാപിക്കുന്നത്.
ഈ അനുഷ്ഠാനമാണ് നമ്മുടെ ബുദ്ധിയെ തെളിയിക്കുന്നത്. ഈ ലോകത്തിൻ്റെ വ്യർത്ഥത തിരിച്ചറിയുന്നത് നമ്മുടെ ഓരോ അനുഷ്ഠാനങ്ങളിലൂടെയാണ്. നൊയമ്പിൽ നമ്മൾ ഭക്ഷണം കഴിക്കാതെ ഇരിക്കുമ്പോൾ വിശപ്പുള്ളവൻ്റെ വേദന നാം അറിയുകയാണ്. ആ അവസരത്തിൽ പലതും നമ്മുടെ ഉൾക്കണ്ണുകൾ തുറക്കുവാനുള്ള സന്ദർഭമാണ്. വയറ് നിറഞ്ഞിരിക്കുമ്പോൾ കണ്ണ് അടയും. എന്നാൽ ദൈവസന്നിധിയിൽ നമ്മൾ അനുതാപത്തോടെ സാഷ്ടാംഗ പ്രണാമം ചെയ്യുമ്പോൾ, ദൈവസന്നിധിയിൽ നമ്മുടെ യാതനകൾ സമർപ്പിക്കുമ്പോൾ നമ്മുടെ ഉൾക്കണ്ണുകൾ തുറക്കും, നമ്മുടെ ബുദ്ധിക്ക് തെളിമയുണ്ടാകും, യാഥാർത്ഥ്യമായത് എന്ത് എന്ന് തിരിച്ചറിയുവാൻ സാധിക്കും. ഏദൻ തോട്ടത്തിൽ വെച്ച് ഹവ്വ ബാഹ്യമായ സൗന്ദര്യങ്ങൾ കാണുവാൻ ഭംഗിയുള്ളതും തിന്മാൻ മനോഹരവുമായിരിക്കുന്ന ഫലത്തിലേക്ക് ഓടിയതുപോലെ ബാഹ്യമായ പലതിനെയും നമ്മെ രമിപ്പിക്കുന്ന ത്രസിപ്പിക്കുന്ന പലതിനെയും അതിനോടുള്ള അഭിനിവേശം നിയന്ത്രിക്കുവാൻ സാധിക്കുന്നത് നമ്മുടെ അനുഷ്ഠാനങ്ങളിലൂടെയാണ്. എന്നാൽ കേവലം ഇപ്പോഴത്തെ നൊയമ്പ് ഭക്ഷണകാര്യങ്ങളിലുള്ള ചില നിയന്ത്രണമായാൽ നൊയമ്പ് നോറ്റു എന്ന് നമ്മൾ കരുതുകയും 100 മാർക്ക് നമ്മൾ കൊടുക്കുകയും ചെയ്യും. പക്ഷേ അതല്ല. പിതാക്കന്മാർ ഭക്ഷണ നൊയമ്പിനെ വളരെ കർശനമായി ശാസിക്കുന്നുണ്ട്. അതിനേക്കാൾ ഉപരിയായി ദൈവത്തോടു കൂടെയുള്ളൊരു വാസമായി, അനുഷ്ഠാനമായി, അതിൻ്റെ പൂർണ്ണതയിൽ പാരമ്യതയിൽ കർത്താവിൻ്റെ പരമയാഗത്തോട് ചേർന്ന് അവൻ്റെ കഷ്ടാനുഭവങ്ങളിൽ പങ്കാളിയായി അവൻ്റെ പുനരുത്ഥാനത്തിന് സാക്ഷിയായി തീരുവാനുള്ള ഒരുക്കമാണ്. ആ ഒരുക്കത്തിൻ്റെ അടിസ്ഥാനങ്ങളാണ് പൂർവ്വപിതാക്കന്മാരുടെ വഴികളെ ഓർക്കുവാനും അവർ പഠിപ്പിച്ച പാഠങ്ങളെ ഉൾക്കൊള്ളുവാനും. അതുകൊണ്ട് ഈ ഓർമ്മയുടെ ആഴ്ചയിൽ നമ്മുടെ മനസ്സിലേക്ക് ഒരുപാട് ഓർമ്മകൾ കടന്നു വരണം. നമ്മളെ വഴി നടത്തിയവരുണ്ട്, പലതും പറഞ്ഞു തന്നിട്ടുള്ളവരുണ്ട്, സഹായിച്ചിട്ടുള്ളവരുണ്ട്, ഒക്കെ നമ്മുടെ സ്മരണയിൽ നിന്ന് പോയിരിക്കുകയാണ്. അതൊക്കെ ഓർത്തെടുക്കുവാനുള്ള അവസരം. അല്ലാതെ ഒരു ഞായറാഴ്ച ശവക്കോട്ടയിൽ പോയി പ്രാർത്ഥിക്കുന്നത് മാത്രമല്ല സ്മരണ. അതുകൊണ്ട് സ്മരണയുടെ ഈ ആഴ്ചകളിൽ പലതരത്തിൽ നമ്മെ വഴി നടത്തിയിട്ടുള്ളവരെ, തിരശ്ശീലയ്ക്ക് അപ്പുറത്തേക്ക് പോയിട്ടുള്ളവരെ എല്ലാം ഓർക്കുവാനാണ്. ഇന്ന് വായിച്ച വേദഭാഗത്തിൽ അന്തിമ ന്യായവിധിയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുണ്ട്. കർത്താവ് പറയുന്നുണ്ട്, ഞാൻ വിശന്നിരുന്നു, നഗ്നനായിരുന്നു, രോഗിയായിരുന്നു, തടവിലായിരുന്നു, നിങ്ങളെന്നെ വന്നു കണ്ടു, എന്നെ സഹായിച്ചു, എന്നെ ഉടുപ്പിച്ചു, എനിക്ക് ഭക്ഷണം തന്നു. ഒരത്ഭുതത്തോടെ ചോദിക്കുകയാണ്, കർത്താവേ, ഇങ്ങനെയൊക്കെ നിന്നെ എപ്പോഴാണ് ഞങ്ങൾ കണ്ടത്? അപ്പോഴാണ് പറയുന്നത്, ഈ ചെറിയവരിൽ ഒരുവന് ചെയ്തതെല്ലാം എനിക്കാണ്. മറ്റുള്ളവർ ചോദിക്കുന്നുണ്ട്, കർത്താവേ, നീ നഗ്നനായിരുന്നെങ്കിൽ എത്ര ടെക്സ്റ്റൈൽ മില്ല് വരണമെങ്കിൽ അവിടെ കൊണ്ടുവന്ന് എത്തിക്കാമായിരുന്നു. നിനക്കെന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് പറഞ്ഞായിരുന്നെങ്കിൽ എത്ര കരി വേണമെങ്കിലും അവിടെ കൊണ്ടെത്തിക്കാമായിരുന്നു. പക്ഷേ ഞങ്ങൾ നിന്നെ അവിടെ ഒന്നും കണ്ടില്ല. അവരോട് പറയുന്നുണ്ട്, ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്യാത്തതൊക്കെയും എനിക്ക് ചെയ്യാത്തതാവും. അതുകൊണ്ട് ഈ നൊയമ്പിൽ ഈ കാര്യം നമ്മുടെ സ്മരണയിൽ എപ്പോഴും ഉണ്ടാകണം. ആവശ്യക്കാരുടെ ആവശ്യത്തിൻ്റെ മുമ്പിൽ ഔദാര്യമായി തുറക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങൾ, ദൈവത്തിൻ്റെ സ്വഭാവമുള്ളവരായി തീരുവാൻ, യേശുക്രിസ്തുവിൻ്റെ ഭാവം നമ്മളിൽ ഉൾക്കൊള്ളുവാനുള്ള അവസരമാണ്. അതിൽ നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ സ്മരണ, അവരുടെ പഠിപ്പിക്കലുകൾ നമ്മെ കൂടുതൽ സഹായിക്കുന്നതാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഈ വലിയ നൊയമ്പിലേക്ക് പ്രവേശിക്കുന്നത് ചുമ്മാ അതങ്ങ് പ്രവേശിക്കാനൊക്കുകയില്ല. അതിനു വേണ്ടിയിട്ടുള്ള നല്ല ഒരുക്കങ്ങളുണ്ടാകണം, നല്ല തീരുമാനങ്ങളുണ്ടാകണം. എടുക്കാൻ വയ്യാത്ത തീരുമാനങ്ങൾ എടുക്കുന്നതിലല്ല, നമുക്ക് എടുക്കാവുന്ന തീരുമാനങ്ങൾ എടുക്കുകയും അതിനോട് പൂർണ്ണമായി വിശ്വസ്തത പാലിക്കുകയും ഈ ലോകത്തിൻ്റെ എല്ലാ മോഹങ്ങളുടെയും വാതായനങ്ങൾ അടച്ചുകൊണ്ട് ദൈവസത്തയിൽ, ദൈവകൃപയിൽ, ദൈവമുഖം മാത്രം കണ്ടുകൊണ്ട് ജീവിക്കുവാനുള്ളൊരവസരമാണ്. നമുക്കിപ്പോൾ ശ്രദ്ധിച്ചാൽ അറിയാം, നൊയമ്പാണെന്ന് നമ്മൾ പറയുന്നതല്ലാതെ സാധാരണ ജീവിതചര്യയിൽ തന്നെയാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വസ്ത്രധാരണത്തിലും ഭക്ഷണ ക്രമീകരണങ്ങളിലും സംഭാഷണങ്ങളിലും നമ്മുടെ ധനവ്യയ
മാർഗങ്ങളിലും ഒക്കെ ശ്രദ്ധിച്ചാൽ അറിയാം വലിയ മാറ്റങ്ങളൊന്നുമില്ലാതെ പോവുകയാണ്. പണ്ടങ്ങനെയല്ലായിരുന്നു. അന്ന് ബാഹ്യമായും ആന്തരികമായും നൊയമ്പിന് വേണ്ടി ഒരുങ്ങുകയാണ്. ആ വലിയ പോരാട്ടത്തിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയുള്ള ഒരുക്കമാണ്. അതുകൊണ്ട് ഇപ്പോഴേ അതിനുള്ള ഒരു റിക്കളക്ഷൻ നടത്തുന്നതിനുള്ള സന്ദർഭത്തിൽ ദൈവമേ, ഈ സാധാരണക്കാരിൽ ഒരുവന് ചെയ്യുവാനായി എനിക്ക് സാധിക്കാതെ പോയത് അത് നിനക്ക് ചെയ്യാത്തതാണല്ലോ. അവിടെ നിത്യമായ സ്മരണയിൽ അത് സൂക്ഷിക്കും. കർത്താവ് പറയുന്നുണ്ട്, ഒരു ഗ്ലാസ് പച്ചവെള്ളമെങ്കിലും കൊടുത്താൽ അതിൻ്റെ പ്രതിഫലം നഷ്ടമാകുകയില്ല. അതുകൊണ്ട് ഈ നൊയമ്പ് ഔദാര്യത്തിൻ്റേതാകണം, സ്നേഹത്തിൻ്റേതാകണം, ക്ഷമയുടേതാകണം. നമ്മുടെ ഹൃദയം വിശാലമായി തുറക്കുന്ന സ്നേഹത്തിൻ്റെ കേന്ദ്രമായി. ഇന്ന് ശ്ലീഹ വായിച്ചതിൽ പറയുന്നുണ്ട്, എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ എനിക്ക് ഏതുമില്ല. സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു. അതുകൊണ്ട് ഈ നൊയമ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ ആരോടൊക്കെയാണ് ക്ഷമിക്കേണ്ടത്, ആരെയൊക്കെയാണ് കരുതേണ്ടത്, എന്തിൽ നിന്നെല്ലാമാണ് ഞാൻ വേർതിരിയേണ്ടത്, എൻ്റെ പിതാക്കന്മാരെന്നെ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ സ്മരണയിലേക്ക് തെളിച്ചു കൊണ്ടുവരുന്നതിനുള്ള ആഴ്ചകളാണ് ആഴ്ചകളിൽ കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ആ ആഴ്ചകളിൽ നമ്മൾ ചെയ്യുന്ന ഗ്രഹപാഠം, ഒരുക്കം, അത് വലിയ നൊയമ്പിൽ നമ്മുടെ ജീവിതത്തെ കൂടുതൽ സുഖകരവും ശ്രേഷ്ഠവും അനുഗ്രഹവുമാക്കി തീർക്കും. അത് കർത്താവിൻ്റെ പരിപാവനമായ കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളിലുള്ള പങ്കാളിത്തവും അവൻ്റെ ഉയർപ്പിലുള്ള സാക്ഷ്യവും ആ സാക്ഷ്യത്തിലുള്ള സന്തോഷവും പ്രാപിപ്പാൻ ദൈവം നമ്മെ വിളിക്കുകയാണ്. ആയതുകൊണ്ട് സ്വർഗീയമായ അനുഭവം നമുക്കറിയാം. നമ്മുടെ വേദനകൾ തീർന്നിട്ട് മറ്റുള്ളവൻ്റെ വേദന ശമിപ്പിക്കുവാൻ സാധിക്കുകയില്ല. നമ്മുടെ ആഗ്രഹവും വിശപ്പും തീർന്നിട്ട് മറ്റുള്ളവരുടെ ആഗ്രഹവും വിശപ്പും തീർക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. നമ്മുടെ എല്ലാ പരാധീനതകളിലും ഇവിടെ വന്നിരിക്കുന്ന അനേകം ആളുകൾ നെടുവീർപ്പോടുകൂടി അവരുടെ രോഗത്തെക്കുറിച്ച്, അവരുടെ വിരഹത്തെക്കുറിച്ച്, അവരുടെ ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങളെക്കുറിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥനകൾ അർപ്പിക്കുവാൻ കടന്നു വന്നിരിക്കുന്നതാണ്. ആ എല്ലാ തരംഗങ്ങളും നൊമ്പരങ്ങളും നിലവിളികളും കണ്ണുനീരുകളും ദൈവസന്നിധിയിൽ വിലപ്പെട്ടതാണ്. അത് സസൂക്ഷ്മം ദൈവം നിരീക്ഷിക്കുന്നുണ്ട്. ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ അർപ്പിക്കുന്ന കണ്ണുനീരുകൾ. യാഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ആടോ മാടോ ചങ്ങാലിയോ ഒന്നും അർപ്പിക്കുന്നില്ല, നിനക്ക് പ്രസാദകരമായ 2 തുള്ളി കണ്ണുനീർ അർപ്പിക്കുവാൻ തക്കവണ്ണം അനുതാപത്തിൻ്റെ കണ്ണുനീർ ഞങ്ങൾക്ക് തരയണമേ. അതോടുകൂടി ബാക്കിയെല്ലാം ദൈവം നമുക്ക് സമാധാനമാക്കി ജീവിതത്തെ ശാന്തമാക്കി തീർക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. ആ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമാധാനത്തോടെ അടുത്ത് വരുവാൻ, ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്യാത്തത് എല്ലാം എനിക്കാണ് ചെയ്യാത്തതെന്നുള്ളൊരു ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിക്കുവാൻ തക്കവണ്ണം, ഈ ചെറിയവരിൽ ചെയ്തതെല്ലാം എനിക്കാണ് ചെയ്തത് എന്ന് വലത്തുഭാഗത്തുള്ളവരോട് പറയുന്ന ഇമ്പകരമായ ശബ്ദം കേൾക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ സമൃദ്ധിയായി നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കും.